ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനാണ് എന്റെ ഒരു പ്ലാൻ. വീടിന്റെ തന്നെ ഏതെങ്കിലും ഒരു സൈഡില് പെർമനന്റ് ആയിട്ട് അത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു പ്ലാൻ. അപ്പൊ ഞാനും സച്ചും കൂടെ ഇന്നത് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ താഴെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിംഗ് ലൈറ്റും പിന്നെ എൻ്റെ ഉള്ള കുറച്ച് LED ലൈറ്റും ആയിട്ട് ഞങ്ങൾ രണ്ടാളും മുകളിലെത്തി. ഇവിടെ ആയിരുന്നു ഗായ്സ് ഞാനിത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസ് നോക്കട്ടെ. ഈ ഒരു ചുമരാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. അപ്പൊ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഇതില് ചില സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ സച്ചുവിന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അവളെന്നെ പറഞ്ഞു നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഓപ്പൺ ചെയ്തു. പിന്നെ അത് തന്നെ ഒരു പ്രിൻസസിന്റെ ഒരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു, അത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒട്ടിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വരും, അയ്യോ നിങ്ങളെ കൂടെ കൊണ്ടുപോകണമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചിട്ട് ആ ഏരിയ കാണിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു ഈ വീഡിയോ എടുക്കൽ. ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ട് നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സച്ചു മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ല. നമ്മൾ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചാലും നമ്മൾ മൂവ് ചെയ്യണതിനനുസരിച്ച് സ്റ്റാൻഡ് മൂവ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നത്തോടെ തീരുമാനിച്ചു ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നില്ല എന്ന്. ഇത്രയും ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വൈ? ബിക്കോസ് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. എനിക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായോ വീഡിയോ ഓഫാണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. പിന്നെ ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും കൂടെ എടുത്ത് ഒട്ടിച്ചു. പിന്നെ എനിക്ക് ഹറിബറി ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെയെങ്കിലും എല്ലാം കൂടെ ഒട്ടിച്ച് തീർക്കണം എന്നായതുകൊണ്ട് ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തെടുത്തെടുത്ത് ഒട്ടിച്ചു. പിന്നെ എനിക്കൊരു ഇടിമിന്നൽ കിട്ടി. ആ ഇടിമിന്നൽ എനിക്ക് മേഘത്തിൻ്റെ മുകളിൽ തന്നെ വരണം. അതുകൊണ്ട് ഞാൻ മറ്റേ സ്റ്റിക്കർ അവിടെ നിന്ന് ഊരി ഇടിമിന്നലിനെ മേഘത്തിൻ്റെ മുകളിൽ കൊടുത്തു. മറ്റേ സ്റ്റിക്കർ വേറെ എവിടെയോ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. സംഭവം ഭയങ്കര കുട്ടികളുടെ സ്റ്റിക്കർ പോലെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സച്ചുവിന് ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് അതിന് ഒരു സ്റ്റാർ എടുത്ത് കൊടുത്തു. എന്നിട്ട് അവളത് ഒട്ടിക്കുകയായിരുന്നു. കുറേ ചെറിയ ചെറിയ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. സച്ചുവിന് പറ്റുന്ന രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നല്ല ഹൈറ്റിലായതുകൊണ്ട് അവൾക്ക് എത്താത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വെക്കോ കുറച്ചുകൂടി. ഇതിങ്ങനെ വെച്ചിട്ട് അതാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു യൂണിക്കോൺ ഉണ്ട്. അപ്പോൾ അതൊന്നല്ലെങ്കിൽ ഈ സൈഡിൽ വെക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ സൈഡിൽ വെക്കാം. മിക്കവാറും ഈ സൈഡിലായിരിക്കും, കാരണം സ്പേസ് കുറച്ച് കൂടുതൽ ഈ സൈഡാണുള്ളത്. അപ്പോൾ ഇവിടെ കവറായി പോകും. അവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ യൂണിക്കോണും കൂടെ ഞാൻ അവിടെ വെക്കാൻ പോവുകയാണേ. യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ 2 ഹാഫായിട്ടാണ് ആ സ്റ്റിക്കറിൽ ഉണ്ടായിരുന്നത്. അത്രയും വലുതായതുകൊണ്ടായിരിക്കണം കീറാതിരിക്കാൻ വേണ്ടി 2 ഹാഫായിട്ടാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ അതിൽ നിന്ന് എടുത്തു, കുറച്ച് നല്ല മുകളിലേക്കാക്കി പൊസിഷനൊക്കെ നോക്കി ഞാനതവിടെ സ്റ്റിക്ക് ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് വയ്ക്കുമ്പോഴാണ് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത്. കാരണം ആ ലൈൻ കറക്റ്റ് വരണമല്ലോ, ചെറുതായിട്ട് മാറിയാൽ പോലും നമുക്കതൊരു ഭംഗിയില്ലായ്മ ആയിപ്പോവും. അതുകൊണ്ട് ഞാനത് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് അത് രണ്ടാമത്തെ ഹാഫ് ഒട്ടിച്ചത്. ഓൾമോസ്റ്റ് മിക്ക സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കഴിഞ്ഞു. അതിന് ശേഷമുള്ള ലുക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കണത്. അപ്പൊ ഇതിലുള്ളത് ഫുൾ നമ്മൾ ഒട്ടിച്ച് തീർന്നു. ബാക്കി കലാവിരുത്. ഇനി അടുത്ത എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിച്ചിട്ടില്ല, ആലോചിക്കട്ടെ. LED ലൈറ്റ് ഉണ്ട്. അപ്പൊ അതൊന്ന് വർക്ക് ആവുണ്ടോ നോക്കട്ടെ ഞാൻ. യെസ്, ദിസ് ഇസ് വർക്കിംഗ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു തോന്നിയ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാന്നായിരുന്നു. പക്ഷെ അത് നമ്മുടെ LED കുറച്ച് നീളം കുറവായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരാള് ടേപ്പും കത്രിക എടുക്കാൻ പോയിട്ട് കുറച്ചു നേരമായി. വരട്ടെ. സച്ചോ കൊറേ നേരമായി. വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ തട്ടിത്തടഞ്ഞ് നിന്ന് വർത്താനം പറഞ്ഞാൽ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് 2-3 വിളിച്ചത്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അവൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും വരയ്ക്കുക, പെയിന്റ് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, വാളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടി വായിക്കും. ഓ വന്നോ? ടേപ്പായിട്ട് വന്നില്ല. കത്രിക മറന്നുപോയി. ഞാനേ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഏതോ ബോധത്തിൽ പോയതാ. എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് ഞാൻ എന്തെടുക്കാൻ പോയത് ഞാൻ മറന്നുപോയി. ശരി ചെല്ലി പോയി കത്രിക എടുത്തിട്ടാ. 2 ടേപ്പായിട്ട് വന്നിട്ടുണ്ട്, കറുപ്പുണ്ട് വെളുപ്പുണ്ട്. പക്ഷെ ഇത് മുറിക്കാനുള്ള സാധനം അവൾ മറന്നുപോയി. അത് നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്ക് അവിടെ പോയി എടുത്താൽ പോരെയെന്ന്. അപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കും.
പിന്നെ അനിയത്തിമാരുള്ളപ്പോൾ എടി അതൊന്നും എടുക്കടി എടി ഇതൊന്നും എടുക്കടി പറയാൻ നല്ല രസമാണ്. ഞാൻ ഈ ഒരു റീലും കൂടെ കണ്ടു, അനിയത്തിമാരെ കൊണ്ട് അത് ദിപ്പിക്കുക ഫാനിയുടെ ലൈറ്റില ഞാൻ എന്നിട്ട് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നത്. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ അത്. ഇമ്പോഴുകൊണ്ട് നല്ല സുഖം. സച്ചു വിളിക്കുമ്പോഴേക്ക് ഓടി വരും, സച്ചു ആ ഫാനൊന്നും റെഡി, ഫാൻ ഇടും. അങ്ങനെ എന്റെ അലക്സയാണ് വരുന്നുണ്ട്. ഒടിച്ചാടി വാ. കത്രിക കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാം. ആരംഭിക്കാട്ടാ. ചാടിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും അതൊക്കെ ഒട്ടിച്ചു, ടേപ്പൊക്കെ എടുത്തു, എല്ലാം അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഷേപ്പിലാക്കി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലൈറ്റിലും ഡാർക്കിലും ഒക്കെ കാണിക്കാം. പക്ഷെ ഇത് സാഡസ്റ്റ് റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ ഇരുന്നാൽ കാണില്ല, എല്ലാം എൻ്റെ തലയുടെ മുകളിലാണ് ഗൈസ്. പിന്നെ കൊമ്പ് പോലെ 2 LED ലൈറ്റ് മാത്രം കാണും. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ നിന്നെടുത്താൽ കിട്ടും. അതെ, നിന്നെടുത്താൽ എല്ലതും കിട്ടും. ഇപ്പം ബാക്കിൽ ലൈറ്റ് അടിച്ചിട്ടാണ് അത് നമുക്ക് കാണാത്തത്. ഞാൻ മേ ബി ലൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെ നോക്കി നോക്കാം. കുറച്ചൊക്കെ കാണാനുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, അത് നന്നായിട്ടുണ്ടാവും. പക്ഷെ സെൻറ്ററിലോട്ട് നിന്ന് കഴിഞ്ഞാൽ മേ ബി ആ പ്രിൻസസ് ഒക്കെ വെച്ചാൽ കാണും. അല്ലെങ്കിൽ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ പിന്നെ റിംഗ് ലൈറ്റും കൂടെ വെക്കുമ്പോൾ ഫേസിൽ ലൈറ്റ് അടിക്കും. അപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. പിന്നെ വീഡിയോ എടുക്കലിനുപരി നമ്മുടെ വാളും നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാൾ ഡെക്കറേഷൻ നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. ഇവിടെ ആ പ്രിൻസസും കൂടെ വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പും ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. പക്ഷെ ആണി അടിച്ചിട്ട് വേണം പ്രിൻസസിനെ വെക്കാനായിട്ട്, അത് എനിക്ക് പറ്റില്ല. അപ്പം അച്ഛൻ വന്നിട്ട് വൈകുന്നേരം ആണി അടിച്ചിട്ട് പ്രിൻസസിനെയും കൂടെ തൂക്കണം. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേറെ വീഡിയോ ഇല്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാണ്. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ.